വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ തള്ളിപ്പറയുന്ന, ഐക്കൺസിനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഡാനിയേൽ നടത്തിയതിനെ തള്ളിപ്പറയുന്ന, കൃപാസനത്തെ കുറിച്ച് തള്ളിപ്പറയുന്ന ഇവരുടെ ഒരു അഭിമുഖം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഒരു ഏട് പ്രതിമയായിട്ടോ രൂപമായിട്ടോ ചിത്രമായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് പിശാചാണെന്ന് പറയുന്നത് എന്തർത്ഥാണ്? കൃപാസനത്തിൽ അവിടെ ഉടമ്പടി വെച്ചു, അവിടെ മാതാവുമായി ഉടമ്പടി വെച്ചു കഴിഞ്ഞപ്പോൾ കർത്താവുമായ ഉടമ്പടി അസാധുവായി. ഡാനിയേൽ ഒരിക്കലും പഠിപ്പിച്ചു രൂപങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പാഠമാണ്. അപ്പോൾ ഇടവകയിലെ പുരോഹിതന്മാർ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് ഡാനിയേൽ മാറ്റി പറഞ്ഞു. ഇത്രയും കാലം വിശുദ്ധ കുർബാന അർപ്പിച്ച ഈ വൈദികൻ ഈ തിരുവോസ്തിയിൽ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലേ? ആ തിരുവോസ്തിയിൽ പിശാച് അത്ഭുതം പ്രവർത്തിക്കുമെന്നാണോ ഈ വൈദികൻ വിശ്വസിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കത്തോലിക്ക പുരോഹിതൻ, അദ്ദേഹം മലങ്കര സഭയിലെ ഒരു പുരോഹിതനാണ്. അദ്ദേഹം കത്തോലിക്ക സഭയിലാണെന്ന് പറയുകയും എന്നാൽ കത്തോലിക്ക സഭയിലെ പ്രബോധനങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ അനേകം പ്രബോധനങ്ങൾ കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരായിട്ട്, അതായത് ഞാൻ ഉദാഹരണം വെച്ച് പറയാം, കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ വളരെ വ്യക്തമായി പറയുന്നു കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ചു മനുഷ്യനായി പിറന്നു എന്നുള്ളത്. അത് വിശ്വസിക്കാത്ത, ശരീരം സ്വീകരിച്ചു എന്നുള്ള വസ്തുത വിശ്വസിക്കാത്ത, തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി ആ യൂട്യൂബ് ചാനൽ പരിശുദ്ധ കന്യാമറിയം അമ്മോത്ഭവയാണെന്നുള്ളത് കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണമാണ്, എന്നാൽ അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന, കത്തോലിക്കെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു സുവിശേഷ പ്രഭാഷകൻ. ഇനി തിരുസ്വരൂപ വണക്കം പാപമാണെന്നും വിഗ്രഹാരാധനയാണെന്നും പറയുന്ന, എന്നാൽ കത്തോലിക്കരാണെന്ന് സ്വയം അവകാശപ്പെടുന്ന, യൂട്യൂബിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ഒരു പ്രബോധകൻ, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതൊരു പരസ്യമായി മാറണ്ടല്ലോ. അദ്ദേഹവുമായി, അതായത് സഭയ്ക്ക് പുറത്തുള്ള വ്യക്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണം വിശ്വസിക്കാത്തൊരു വ്യക്തി കത്തോലിക്കനാണ് സ്വയം അവകാശപ്പെട്ടാലും, മാമോദിസായുടെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നതിന് തള്ളിപ്പറയുന്ന വ്യക്തി കത്തോലിക്ക സഭയ്ക്ക് പുറത്താണല്ലോ ആത്മീയമായിട്ടെങ്കിലും. അങ്ങനെയുള്ള വ്യക്തിയുടെ ഒപ്പം ഇരുന്നു കൊണ്ട് അങ്ങനെയുള്ള വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെ തള്ളിപ്പറയുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. ആദ്യമേ അത് തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. കാരണം എന്തിനാണ് ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു പരസ്യം കൊടുക്കേണ്ട ആവശ്യം? കുറച്ചു കഴിഞ്ഞപ്പോൾ പല സുഹൃത്തുക്കളും എനിക്കത് അയച്ചു തന്നു, ഇതിനൊരു മറുപടി പറയണം മുതലേ, എന്താണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോൾ സഭയെ ഉപേക്ഷിച്ച് സഭയുടെ വിശ്വാസത്തെ ഉപേക്ഷിക്കുന്ന വ്യക്തികൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്തിനു ഇടപെടണം? പക്ഷെ അനേകർക്കൂടെ ഉള്ളിൽ ഇതൊരു സംശയമായതുകൊണ്ട്, പ്രത്യേകിച്ച് വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തെ തള്ളിപ്പറയുന്ന, ഐക്കൺസിനെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഡാനിയേൽ നടത്തിയതിനെ തള്ളിപ്പറയുന്ന, അതുപോലെ കൃപാസനത്തെ കുറിച്ച് തള്ളിപ്പറയുന്ന, മറ്റ് തിരുസഭയുടെ കൗദാശിക കൽപ്പങ്ങളെ കുറിച്ച് തള്ളിപ്പറയുന്ന, കുദാശകളെ പോലും ശരിയായ വണ്ണം മനസ്സിലാക്കാതിരിക്കുന്ന ഈ ഒരു 1.5 മണിക്കൂർ നീണ്ട ഇവരുടെ ഒരു അഭിമുഖം വളരെ ട്രെൻഡിങ് ആവുകയും പലരും ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിലെ പെശകുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഞാൻ പുരോഹിതരോട് പറയട്ടെ, നിങ്ങളുടെ ആശയങ്ങൾ നൽകേണ്ടത് ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്ക് മുൻകൈ നിൽക്കുന്ന അങ്ങനെയുള്ള ചാനലിലൂടെ ആയിരിക്കണം. സഭാവിരുദ്ധമായ ചാനലിലൂടെ നിങ്ങൾ ആശയങ്ങൾ പറയുമ്പോൾ നിങ്ങളും സഭയ്ക്കെതിരെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്? അനേകം പേരെ വഴിതെറ്റിച്ചിട്ടുള്ള ഒരു സമൂഹം, അനേകം പേരെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ഒരു സമൂഹത്തിന് നൽകുന്ന അഭിമുഖം ഒരു പുരോഹിതൻ നൽകുമ്പോൾ എത്ര പേർക്കാണ് അത് ഇടർച്ച നൽകുന്നത് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമല്ലേ? ഞാനതിൻ്റെ ചില ഭാഗങ്ങൾ കാണിക്കുകയാണ്. ഇതിനതിൻ്റെ ഉത്തരങ്ങളും പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് കാണാം. പള്ളിയിലെ തിരുവോസ്തിയിലെ കർത്താവിന്റെ രൂപം ഉണ്ടായി, ദീപങ്ങളുണ്ടായി.
അപ്പോഴത്തേക്ക് ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോകം മുഴുവനും ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ അവിടെ പോയി. തിരുമേനി റോമി വന്നപ്പം ഇത് കുറെ പടങ്ങളും ഉണ്ടാകും. കർത്താവിന്റെ രൂപം തിരുവോസ്തയിൽ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം കള്ളത്തരമുണ്ട്, കപടതയുണ്ട്, കച്ചവടമുണ്ട് എന്ന് ഞാൻ എന്ന് റോമി അച്ഛനോട് പറഞ്ഞു. ഇത് പിശാചിന്റെ ഒരു തന്ത്രം. അച്ഛൻ എന്തായി പറയുന്നേ എന്ന് ഒരു പക്ഷെ തോന്നും. സഭയായിട്ട് നമ്മൾ ഈ സത്യവിശ്വാസം കൊടുക്കുന്നതിൽ വലിയ പരാജയം സംഭവിക്കും. ഈ രൂപത്തിലേക്ക് മനുഷ്യന് നമ്മൾ കണ്ണുകൾ ഉടക്കി അവിടെ നിൽക്കും. ഇത് ദൈവമാണ് നമ്മളെന്ന് സങ്കല്പിച്ച് അവിടെ ആരാധിക്കാൻ, അവിടെ മുട്ടുമടക്കാൻ, അവിടെ നമ്മൾ തലകുമ്പിടാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തെ നിഷേധിക്കലായി മാറും. മാതാവിന്റെ വിഗ്രഹങ്ങളിൽ തേൻ വരുന്നു, പാല് വരുന്നു, കണ്ണുനീര് വരുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ്? പിതാക്കന്മാര് ഒരു വിഗ്രഹവും വെക്കരുത് നിർബന്ധം പിടിച്ചു. ആൾത്താരെ വെക്കരുത്, ആൾത്താരയ്ക്ക് ചുറ്റും വെക്കരുത്. ഏത് വിഗ്രഹമാണ് എന്നെ രക്ഷപ്പെടുത്തുക? പിശാചിന്റെ പിടിയാണ്. നീ ഇത്ര ദിവസം ഉടമ്പടി എടുത്താൽ നിനക്ക് അത് സാധിക്കും, ഇത് സാധിക്കും. കർത്താവായ ദൈവം യേശു ക്രിസ്തുവിൽ മനുഷ്യവർഗവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. അതിന് പകരമായിട്ട് വേറൊരു ഉടമ്പടി ആർക്കും ചെയ്യാനില്ല. അദ്ദേഹം പറഞ്ഞു നമുക്കുണ്ടാക്കാം, നമുക്ക് വിഗ്രഹം ഉണ്ടാക്കാം. കാരണം പറഞ്ഞാൽ നമ്മൾ കണ്ടു, നമ്മൾ എന്താ കണ്ടതാണ്. ഈ രൂപത്തെ മുഴുവനും തള്ളിപ്പറഞ്ഞ ഡാനിയലച്ചനെ അറിയപ്പെടുന്ന ഒരു ധ്യാനം ഗുരുവാ. പള്ളികൾ മുഴുവനും അച്ഛന്മാരടങ്ങും, ആളുകളടങ്ങും ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗം കാണിച്ചത് അതിലുള്ള സാരാംശം തന്നെയാണ് അതിൽ പറയുന്നത്. ഒന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പിശാചിന്റെ തട്ടിപ്പാണ്. ഒന്നതിൽ പറയുന്നത്, അതായത് ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇല്ലെന്ന് അവർ വിശ്വസിക്കുന്നു എന്നർത്ഥം. രണ്ടതിൽ പറയുന്നത് രൂപങ്ങൾ, ഐക്കണുകൾ വെക്കുന്നത് സഭാപിതാക്കന്മാർ വിലക്കിയിട്ടുള്ള കാര്യമാണെന്ന് ഇവർ ഒരു നരേഷൻ വയ്ക്കുന്നു. എന്നിട്ട് തിരുസ്വരൂപങ്ങളെല്ലാം തന്നെ വിഗ്രഹങ്ങളാണ് എന്ന് ഇവർ പറയുകയും തിരുസ്വരൂപങ്ങളെല്ലാം വിഗ്രഹാരാധനയ്ക്ക് മാറ്റുകയും ചെയ്യുന്നു. 3, യേശു ക്രിസ്തുവിന് രൂപമില്ല, രൂപത്തെ കണ്ടു എന്ന് പറയുന്നത് ശരിയല്ല. യേശു ക്രിസ്തു 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചതും മരിച്ചു കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റപ്പോഴും യേശു ക്രിസ്തുവിന് രൂപമില്ല. രൂപമുണ്ടെങ്കിൽ തന്നെ ഒരു മായക്കാഴ്ചയാണ് എന്നിവർ പറഞ്ഞു വയ്ക്കുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലുള്ള യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലുള്ള അവിശ്വാസം. ട്രെൻഡ് കൗൺസിൽ തിരുത്തിയുള്ള കാര്യം അത്. സത്യമായും യഥാർത്ഥപരമായും സത്താപരമായും യേശു ക്രിസ്തു തന്നെയാകുന്നു എന്ന് പറയുന്നതാണ് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം. അതിനെ ഇവർ വിശ്വസിക്കുന്നില്ല. വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യത്തെ ആരാധിക്കുമ്പോൾ അത് വിഗ്രഹാരാധനയായി ഇവർ കരുതുന്നു. 2, 10-ാം നൂറ്റാണ്ടിൽ ഐക്കണോക്ലാസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിനെതിരെ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് ജോൺ ഓഫ് ദമാസ്കസിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ വരുത്തിയിട്ടുള്ള തിരുത്തലുകൾ, ഐക്കണുകൾ ആവശ്യമാണ്, തിരുസ്വരൂപങ്ങൾ വിഗ്രഹങ്ങളല്ല എന്നുള്ള പ്രബോധനം. ഞാനിതിനെ ജോൺ ഓഫ് ദമാസ്കസിന് പറഞ്ഞെന്നറിയാമോ? ചരിത്രം പരിശോധിച്ച് അറിയാം. ഏറ്റവും അധികമായി ഇസ്ലാമിക പ്രബോധനങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള വ്യക്തിയാണ് ജോൺ ഓഫ് ദമാസ്കസ്. അദ്ദേഹം തന്നെയാണ് ഐക്കണോക്ലാസത്തിനെതിരെ പോരാടിയത്. കാരണം ഐക്കണോക്ലാസം വിഗ്രഹം, രൂപം, തിരുസ്വരൂപം വിഗ്രഹമാണെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് AD 8-ാം നൂറ്റാണ്ടിലാണ്. അതിനുള്ള കാരണം ഇസ്ലാമിക അധിനിവേശമാണ്. തുർക്കിയിലേക്കുള്ള ഇസ്ലാമിക അധിനിവേശം ആരംഭിച്ചപ്പോൾ തുർക്കിയിലെ ചക്രവർത്തിമാരാണ് ഐക്കണോക്ലാസം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ഇങ്ങനെ ഐക്യങ്ങൾ, എല്ലാ തിരുസ്വരൂപങ്ങളും വിഗ്രഹങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് തല്ലി തകർത്തപ്പോൾ അതിനെതിരെ പോരാടിയതാണ് ദമാസ്കസിലെ വിശുദ്ധ ജോൺ. AD 10-ാം നൂറ്റാണ്ടിലാണ് സഭ ഇത് പഠിക്കുകയും വിലയിരുത്തുകയും തിരുസ്വരൂപങ്ങൾ വിഗ്രഹങ്ങളല്ല എന്നുള്ള കാര്യത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പറയാം. 3-ാമത്തത് ഡോസറ്റിസം, അടുത്ത കരസി. യേശു 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചത്, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റത് വെറും മായക്കാഴ്ചയാണ്, യഥാർത്ഥത്തിൽ അവന്റെ ശരീരം മനുഷ്യ ശരീരമല്ല എന്നുള്ള ഡോസറ്റിസം അതിൽ പറയുന്നുണ്ട്. ഇതാണ് ഇവർ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രബോധനം. എന്നിട്ട് ഇതിനെതിരെ പഠിപ്പിക്കും. ഡാനിയേലച്ചൻ തിരുസ്വരൂപങ്ങളെ ആരാധിക്കുന്നത് പാപമാണെന്ന് പറഞ്ഞു. ശരിയല്ലേ? പാപമാണ്. തിരുസ്വരൂപത്തെ ആരാധിക്കുന്നത് പാപമാണ്. സംശയമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, വേളങ്കണിയിലെ മാതാവിനാണോ, കൊരട്ടിമുത്തിക്കാണോ, വല്ലാപ്പാടത്ത് അമ്മയ്ക്കാണോ ശക്തി കൂടുതൽ? ഇതിൽ ഏത് മാതാവിന് ശക്തി കൂടുതൽ എന്നൊരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ ക്രിസ്ത്യാനി എന്ത് മറുപടി പറയും? ക്രിസ്ത്യാനി പറയും എല്ലാം പരിശുദ്ധ അമ്മയല്ലേ, അതെങ്ങനെയാ പ്രത്യേക ശക്തി ഉണ്ടാവണേ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. അല്ല, വേളങ്കണി മാതാവിന്, അല്ല കൃപാസന മാതാവിന് ശക്തി കൂടുതൽ എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധനയാണ്.
സഭ പഠിപ്പിക്കുന്ന കാര്യം തന്നെയല്ലേ അത്. ഒരു രൂപമാണ് ദൈവം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. എന്നാൽ ആ രൂപം എന്ന് പറയുന്നത്, ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോ, എൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് ഭാര്യയാണെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അതായത് എൻ്റെ ഭാര്യയുടെ ഫോട്ടോ ആണെന്ന് വിചാരിച്ചാൽ ശരിയാണ്. എൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ അമ്മയുടെ ഫോട്ടോയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. അത് അമ്മയാണെന്ന് വിചാരിച്ചാൽ തെറ്റാണ്. ഇതാണ് വിഗ്രഹാരാധനയും തിരുസ്വരൂപവും തമ്മിലുള്ള വ്യത്യാസം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു ഏട് പ്രതിമയായിട്ടോ രൂപമായിട്ടോ ചിത്രമായിട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് പിശാചാണെന്ന് പറയുന്നത് എന്തർത്ഥാണ്? നമുക്കൊരു കോമൺ സെൻസ് ഇല്ലേ? മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ എൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഉണ്ട്, ഇത് വേറൊരു സ്ത്രീയാണെന്ന് ഞാൻ പറഞ്ഞ തെറ്റല്ലേ? ഇതെന്റെ ഭാര്യയുടെ ഫോട്ടോ ആണെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ വെറുക്കണോ, കീറിക്കളയണോ, കത്തിച്ചു കളയണോ? അയ്യോ, ഇതെന്റെ ഭാര്യയൊന്നുമല്ല, എൻ്റെ ഭാര്യയുടെ ഫോട്ടോ മാത്രമാണ്, അത് പാപമാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കത്തിച്ചു കളയുന്നു. ഇത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? വിഗ്രഹം എന്ന് പറയുന്നത് അതിൽ തന്നെ ദൈവമാണ്. ഒരു പ്രതിമ, ഒരു രൂപം എന്ന് പറയുന്നത് അതിൽ തന്നെ ദൈവമാണ്. ഉദാഹരണം, ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹമാണ്. അത് അവരുടെ ദേവനാണ്, അത് അവിടെ ഉള്ളൂ. അവരുടെ നാട്ടിലുള്ള അമ്പലങ്ങളിൽ ഒരു അയ്യപ്പ വിഗ്രഹം ഉണ്ടെങ്കിൽ അത് ശബരിമല അയ്യപ്പന്റെ വിഗ്രഹത്തിനൊപ്പം എത്തില്ല, അവിടുത്തെ പ്രത്യക്ഷം കൂടുതലാണെന്ന് അവർ പറയും. അതുപോലെ തന്നെയാണ് അവരുടെ ഓരോ ദേവസങ്കല്പങ്ങളും വിഗ്രഹങ്ങളും. അവർ അതിലൂടെയാണ് അവരുടെ ദൈവത്തെ കാണുന്നത്. അതവരുടെ വിശ്വാസം, അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ദേവാലയങ്ങളിലുള്ള മാതാവിന്റെ രൂപം മാത്രമാണ് മാതാവ് എന്ന് വിചാരിച്ചാൽ അത് വിഗ്രഹാരാധനയാണ്. നമ്മുടെ ഇന്ന ദേവാലയത്തിൽ അല്ലെങ്കിൽ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ ഇന്ന സ്ഥലത്തുള്ള ഈശോയുടെ രൂപം മാത്രമാണ്, അല്ലെങ്കിൽ വിശുദ്ധന്റെ രൂപം മാത്രമാണ്, അതാണ് ദൈവം, അതാണ് ആരാധിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്, സംശയമില്ല. അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം അത് സാംസ്കാരികമായി കടന്നു വന്നിട്ടുള്ള ആചാരങ്ങളായാൽ പോലും അത് തെറ്റ് തന്നെയാണ്. തെറ്റാണ്, സംശയമൊന്നുമില്ല. അതിൻ്റെ പേരിൽ തിരുസ്വരൂപങ്ങളെ വിഗ്രഹങ്ങളാക്കി മാറ്റേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. അതുതന്നെയാണ് ഐക്കണോഗ്ലാസം എന്ന് പറയുന്ന വിഷയം. സഭയുടെ ചരിത്രത്തിൽ യഹൂദന്മാരുടെ കാലഘട്ടം മുതലേ ഐക്കണുകൾ ഉപയോഗിച്ചിരുന്നു. വാഗ്ദാന പേടകത്തിൽ രൂപങ്ങളുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയ വാഗ്ദാന പേടകത്തിൽ കെരൂബുകളുടെ ചിത്രങ്ങൾ, മാലാഖമാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. മാലാഖമാർക്ക് രൂപം തന്നെയില്ല, പക്ഷെ മാലാഖ എന്നുള്ള ആ ഒരു ചിന്ത ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചിത്രങ്ങൾ തന്നെ ആലേഖനം ചെയ്തിരിക്കുന്നു. ജെറുസലേം ദേവാലയം രൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യേശു പോയി പ്രാർത്ഥിച്ച ദേവാലയമാണ് ജെറുസലേം ദേവാലയത്തിൽ രൂപങ്ങൾ ഉണ്ട്, വാഗ്ദാന പേടകം ഉണ്ട്. അപ്പൊ യേശു വിഗ്രഹാരാധകനാണോ? അപ്പസ്തോലന്മാർ ആദ്യകാലങ്ങളിൽ കാറ്റക്കോമ്പുകളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ അവർ വിഗ്രഹാരാധകരാണ്. സഭയുടെ ചരിത്രത്തിൽ മുഴുവൻ യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന മാതാവിന്റെ എല്ലാം ചിത്രങ്ങളുണ്ടായിരുന്നു. വിശുദ്ധ ലൂക്ക നല്ല ചിത്രകാരനായിരുന്നു. മാതാവിന്റെ ചിത്രം ആദ്യമായി വരച്ച വ്യക്തി ലൂക്കയാണെന്നുള്ള ചരിത്രം പറയുന്നത്. അപ്പൊ ഇവരൊക്കെ വിഗ്രഹാരാധകരാണോ? യേശുവിന്റെ ചിത്രം, ആദ്യ കാലഘട്ടത്തിലുള്ള ചിത്രം സിറിയയിലെ രാജാക്കന്മാർ ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ട്, യേശുവിനെ കണ്ട വ്യക്തികളെ കൊണ്ട്, 1-ാം നൂറ്റാണ്ടിൽ തന്നെ. അപ്പോൾ ആ ചിത്രം യേശുവിന്റെ അല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയണോ? ഇനി യേശുവിന്റെ രൂപത്തോട് സാമ്യമുള്ള വ്യക്തികളെ മേക്കപ്പെട്ട് അതേപോലെ ചിത്രങ്ങൾ, ആദ്യകാലങ്ങളിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചിരുന്നത്, അങ്ങനെ രൂപീകരിച്ച് യേശു ക്രിസ്തുവിനെ കാണണം എന്നുള്ള കൺസെപ്റ്റോടുകൂടി, ആ കലാകാരനെ കാണുന്നുള്ള കൺസെപ്റ്റിലല്ല, യേശു ക്രിസ്തുവിനെ കാണണം എന്നുള്ള കൺസെപ്റ്റിലൂടെ വരയ്ക്കുന്ന ചിത്രങ്ങൾ ഐക്കണുകൾ അല്ലേ? അവിടെ കാണുമ്പോൾ യേശു ക്രിസ്തുവിനെ അല്ലേ നാം ധ്യാനിക്കുന്നത്, അതോ ആ അഭിനേതാവിനെയാണോ ധ്യാനിക്കുന്നത്? ഉദാഹരണം, പാഷൻ ഓഫ് ക്രൈസ്റ്റിലെ കുരിശിൽ പെടയുന്ന യേശു ക്രിസ്തുവിന്റെ ചിത്രം കാണുമ്പോൾ അത് അഭിനയിച്ച നടനെയാണ് നമ്മൾ സ്മരിക്കുക, അതാ യേശു ക്രിസ്തുവിനെ സ്മരിക്കുന്നത്. ഇതാണ് ഐക്കൺ. അപ്പൊ ഇങ്ങനെയുള്ള ഐക്കണുകളിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എപ്പോഴാണ് ഐക്കണോഗ്ലാസം കടന്നു വരുന്നത്? ഇസ്ലാമിക വിശ്വാസപ്രകാരം എല്ലാ രൂപങ്ങളും വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സ്വാധീനം കത്തോലിക്ക സഭയിലേക്ക്, പ്രത്യേകിച്ച് തുർക്കിയിലെ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ, ബൈസന്റീൻ സാമ്രാജ്യത്തിൽ കടന്നു വന്നപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഐക്കണോഗ്ലാസം എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. അവർ രൂപങ്ങൾ, പ്രതിമകൾ വിഗ്രഹങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിത്തകർത്തു, ഐക്യങ്ങളെ തല്ലിത്തകർത്തു. അപ്പോൾ സ്വാഭാവികമായിട്ട്
നിർദ്ദേശം നൽകി. 10-ാം നൂറ്റാണ്ടിൽ സഭ ഒരുമിച്ച് കൂടി, കൗൺസിൽ കൂടി, ഇതിലേതാണ് ശരി, സംശയം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്യും. അവർ വ്യക്തമായി ചർച്ച ചെയ്തു, അവർ തീരുമാനത്തിലെത്തി. ഐക്യണവാസം തെറ്റാണ്. രൂപങ്ങൾ ഉണ്ടാക്കാം, രൂപങ്ങളിൽ തന്നെ ദൈവങ്ങളല്ല. രൂപങ്ങൾ നമ്മെ സ്വർഗീയ കാഴ്ചപ്പാടുകളിലേക്കും സുവിശേഷ വെളിച്ചത്തിലേക്കും കൊണ്ടുചെല്ലുന്നു. തോമസ് ലീഗയുടെ കയ്യിൽ ഒരു കുന്തമുണ്ട്. എന്തിനാ കുന്തം? തോമസ് ലീഗ കുന്തം കുത്തി നടന്ന വ്യക്തിയായിട്ടാണോ? അല്ല, രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകമാണ്. കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചവനാണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഐക്കണിലൂടെ. അപ്പൊ അതൊക്കെ വിഗ്രഹാരാധനയായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് വിഗ്രഹാരാധനയാണ് എന്ന് പറയുന്ന നിമിഷം നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം മാറും. പിന്നെ വെറും പുക മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. പക്ഷെ യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ്. യേശു ക്രിസ്തു 33 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് യോഹന്നാൻ ലീഗ പറഞ്ഞത്, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതും സ്പർശിച്ചതുമായ ജീവന്റെ വചനം. ഇപ്പൊ മോശയെ സംബന്ധിച്ചിടത്തോളം കാണാത്തൊരു ദൈവമാണ്. മോശ ദൈവത്തെ കണ്ടിട്ടില്ല, അതുകൊണ്ട് അവൻ വരയ്ക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അവർ ഐക്കണുകളിലൂടെ അവർ സംസാരിച്ചിരുന്നു ഇങ്ങനൊരു ദൈവമുണ്ട് എന്നുള്ള കാര്യം. അതാണ് പിക്ചർ സർപ്പത്തെ ഉയർത്തിയപ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, ആ പിക്ചർ സർപ്പം എന്ന് പറയുന്നത് മരുഭൂമിയിൽ കർത്താവിനെ ഉയർത്തുന്നതിന്റെ പ്രതീകമാണെന്നുള്ള കാര്യം യേശു തന്നെ പറയുന്നുണ്ട്. മോശ പിക്ചർ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് ഐക്കണാണ്. കുരിശു മരണത്തിന്റെ ഐക്കണായിരുന്നു പിക്ചർ സർപ്പം. നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് എസെക്കിയേൽ രാജാവ് തല്ലി തകർത്തു എന്നൊക്കെ പറയാം, ഓക്കെ. പക്ഷെ യേശു എടുത്ത് ചൂണ്ടിക്കാണിച്ചു ഇത് ഐക്കണാണെന്ന് പറഞ്ഞുകൊണ്ട്. അതാ പ്രാധാന്യം. അപ്പൊ ഇവിടെ യേശു ക്രിസ്തു തന്നെ ചൂണ്ടിക്കാണിക്കുക. ഇനി ചരിത്രത്തിൽ നോക്കിക്കോളൂ. സഭയുടെ ചരിത്രത്തിലും യഹൂദ ചരിത്രത്തിലായാലും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. വാഗ്ദാന ഭവനത്തിന്റെ നിർമ്മാണത്തിൽ ശില്പികളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസ്വരൂപങ്ങളെ ദൈവമായി കണ്ട് ആരാധിക്കുന്നത് പാപമാണ്. ഏത് കത്തോലിക്ക സഭയുടെ പുരോഹിതനോടും ഏത് കത്തോലിക്ക സഭയുടെ മെത്രാനോടും ചോദിച്ചു വ്യക്തമായി പറഞ്ഞു തരും, ഒരു രൂപത്തെ ദൈവം എന്ന രീതിയിൽ ആരാധിക്കുന്നത് പാപമാണ്. പക്ഷെ അവ തിരുസ്വരൂപങ്ങൾ, അത് നമ്മെ ദൈവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ് പ്രത്യേകത. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വസ്തു നിലനിന്നുകൊണ്ട് യേശു ക്രിസ്തു എന്ന മനുഷ്യപുത്രനായി ഭൂമിയിൽ അവതാരം ചെയ്ത ദൈവത്തെ, രൂപമുള്ള ദൈവത്തെ ധ്യാനിക്കുന്നതും രൂപമായി മനസ്സിലാക്കുന്നതും പാപമാണ് എന്ന് പറയുന്നൊരു യുക്തി എന്താ? ഇവിടെ ഈ പുരോഹിതൻ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ രൂപമുണ്ടോ? രൂപമില്ലല്ലോ. രൂപമില്ലേ? അദ്ദേഹം പറയുകയാണ്, യേശു ക്രിസ്തു മരിച്ചുത്ഥാനം ചെയ്തിട്ട് അടച്ചിട്ട മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ യേശുവിന്റെ രൂപമുണ്ടോ? യേശു ആത്മാവാണെന്നുള്ള രീതി. ഇതാ ഡോസറ്റിസം. യേശു അവിടെ തന്നെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക, എനിക്ക് ഭക്ഷിക്കാനായി വറുത്ത മീൻ തരിക. യേശു അത് ഭക്ഷിക്കുന്നു. അടച്ചിട്ട് മുറിക്കുള്ളിലേക്ക് യേശു പ്രവേശിച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ പറയുകയാണ്, ഭൂതമാണത്. യേശു പറയുകയാണ്, ഭൂതത്തിന് ഇതുപോലെ ശരീരം ഇല്ലല്ലോ. യേശു വ്യക്തമായി ശിഷ്യന്മാരോട് പറയുക, ഭൂതത്തിന് ഇതുപോലെ ശരീരം ഇല്ലല്ലോ. അപ്പൊ യേശുവിന് ശരീരമുണ്ടോ? യേശു ഒരു ഭൂതത്തെ പോലെയോ ആത്മീയ ശരീരത്തെ പോലെ വന്ന വ്യക്തിയാണോ? അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും തോമസ് ലീഗയ്ക്ക് കൈകൾ വിരലുകൾക്കുള്ളിൽ ആണിപ്പടുത്തില്ലെങ്കിൽ കൈകൾ ഇട്ടു നോക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ക്രിസ്തുവിന് ശരീരമുണ്ടോ? അപ്പൊ ഡോസറ്റിസം എന്ന കാഴ്ചപ്പാടിൽ യേശു ക്രിസ്തു ഒരു മായക്കാഴ്ച മാത്രമാണ്, ഒരു കാണപ്പെടുന്ന കാഴ്ച മാത്രമാണ്. അപ്പോൾ ഈ പറയുന്നത് ശരിയാണ്. ഈ മായക്കാഴ്ചയിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിന് ശരീരമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊരു വിഗ്രഹാരാധനയാണ്, തിരുസ്വരൂപമായിട്ട് കാണാനേ പറ്റില്ല. അവരുടെ യേശു ക്രിസ്തു ഇപ്പോഴും സ്വർഗത്തിൽ മായയായിട്ടിരിക്കുകയാണ്. ഇതല്ലേ ഇവിടെ പ്രഘോഷിച്ചത്? ഇത് തെറ്റല്ലേ? അപ്പോൾ ഡാനിയേലച്ചൻ ഒരിക്കൽ പഠിപ്പിച്ചു, രൂപങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പാപമാണ്, രൂപങ്ങളെ ആരാധിക്കുന്നത് പാപമാണ്. അപ്പോൾ ഇടവകയിലെ പുരോഹിതന്മാര് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് ഡാനിയേലച്ചൻ മാറ്റി പറഞ്ഞു, ഞങ്ങൾ കണ്ടതുകൊണ്ട് രൂപം ഉണ്ടാക്കിയെന്ന്. ഇതൊക്കെ ആരോടാ ഈ പറയുന്നത്?
കത്തോലിക്ക സഭയുടെ പ്രബോധനം വ്യക്തമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, രൂപത്തെ ദൈവത്തെ പോലെ ആരാധിക്കുന്നത് വിഗ്രഹാരാധന തന്നെയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന് രൂപമുണ്ട്, മാതാവിന് രൂപമുണ്ട്, വിശുദ്ധന്മാർക്ക് രൂപമുണ്ട്. അത് വരയ്ക്കുകയോ അത് രൂപമാക്കി മാറ്റുകയോ ചെയ്യുമ്പോൾ അത് കാണുന്ന വ്യക്തികൾക്ക് അത് സ്മരണയിലേക്ക് വരും. അത് അവരെ ആ വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിന് പ്രാപ്തമാക്കും. എന്നാൽ അതേസമയം ഇതിൽ പറയുന്ന പോലെ തന്നെ ഇപ്പൊ സെബാസ്റ്റ്യനോസിന്റെ രൂപം കണ്ടു. ആ രൂപത്തിലൂടെ രക്തസാക്ഷിത്വത്തെ സ്മരിക്കണമോ അതോ ബാൻഡ് സെറ്റിന് പെരുന്നാളിനെ സ്മരിക്കണമോ? അവിടെ തെറ്റുപറ്റും. എന്താണ് ഉദ്ദേശം? ആ ഉദ്ദേശത്തിന് വ്യത്യസ്തമായി മറ്റൊന്ന് ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മുടെ ആചാര രീതികളിൽ തെറ്റു വരുന്നു എന്ന് കരുതി രൂപമേ പാടില്ല എന്ന് പറയുന്ന യുക്തി എന്താ? അതാണ് പറയുന്നത്. യേശു ക്രിസ്തു മായക്കാഴ്ച എന്ന് പറയുന്ന യുക്തി എന്താ? മറ്റൊന്ന്, വിളക്കന്നൂരിൽ നടന്ന അത്ഭുതം, തിരുവോസ്തിയിൽ യേശുവിന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടത്, അത് പിശാചിന്റെ പ്രവൃത്തിയാണ് പോലും. എന്തിനാണ് ഈ പിശാച് ഈ പ്രവൃത്തി നടത്തുന്നത്? തിരുവോസ്തിയിൽ യേശു ക്രിസ്തുവിന്റെ രൂപം തെളിഞ്ഞത് പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് പിശാച് ഈ പ്രവൃത്തി നടത്തുന്നത്? ഇവർ പറയുന്ന ഉത്തരം, ആ അപ്പത്തിൽ യേശു ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടെയുള്ള ജനം മുഴുവൻ ആരാധിക്കുവാനും അങ്ങനെ അപ്പത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ സത്യദൈവത്തെ ആരാധിക്കാതിരിക്കാനുമായി പിശാച് ചെയ്യുന്ന സൂത്രമാണിത് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത് എന്താ? ഈ തിരുവോസ്തിയിൽ സത്യദൈവമായ യേശു ക്രിസ്തു വസിക്കുന്നില്ല എന്നിവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതിനെ ആരാധിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തിയായി ഇവർ കാണുന്നത്. ഇതാണ് പ്രശ്നം. ഇത്രയും കാലം വിശുദ്ധ കുർബാന അർപ്പിച്ച ഈ വൈദികൻ ഈ തിരുവോസ്തിയിൽ യേശു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ലേ? ആ തിരുവോസ്തിയിൽ പിശാച് അത്ഭുതം പ്രവർത്തിക്കുമെന്നാണോ ഈ വൈദികൻ വിശ്വസിക്കുന്നത്? ഇത് വലിയൊരു ചോദ്യമാണ്. അതല്ലെങ്കിൽ ഈ അപ്പത്തിൽ സത്യമായും യഥാർത്ഥപരമായും സത്താപരമായും യേശു ക്രിസ്തു മുഴുവൻ തന്നെയാകുന്നു എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി സഭാ സമൂഹം മുഴുവൻ അങ്ങനെ സത്യദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണോ പിശാച് ഈ അത്ഭുതം പ്രവർത്തിച്ചത്? അത് സംഭവമായി പോയല്ലോ. പിശാച് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്, നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കാൻ. അടിപൊളി. എന്താണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്? അപ്പൊ അടിസ്ഥാനപരമായി ഇവർക്ക് വിശ്വാസമില്ല. തിരുവോസ്തിയിൽ യേശു ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് തിരുവോസ്തിയിൽ യേശു ക്രിസ്തുവിന്റെ ചിത്രം തെളിഞ്ഞാലും തിരുവോസ്തിയിൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തങ്ങളായ അപ്പം മാറിയാലും ഇവർ പറയുകയാണ് സത്യദൈവത്തെ ആരാധിക്കാതെ അപ്പത്തെ ആരാധിക്കുന്ന ജനമാക്കി മാറ്റുന്നതിന് വേണ്ടി പിശാച് പ്രവർത്തിക്കുന്നതാണ്. കാർലോ അക്വിറ്റസ് എന്ന വിശുദ്ധനാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ വെബ്സൈറ്റിലാക്കി പ്രചരിപ്പിച്ചു എന്നുള്ള സത്യമാണ്. സഭ എത്ര ബലമതിക്കുന്നു ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ. അപ്പോൾ ഒരു വൈദികൻ പറയുകയാണ്, ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറയാമോ? ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും വേണ്ടി ശംഖുമുഖം കരയിൽ മണലിലിരുന്ന് ആകാശത്തേക്ക് നോക്കി. അപ്പോൾ ഈ വൈദികന് ദൈവം ഒരു വെളിപാട് നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാപിതാവായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് 1-ാം നൂറ്റാണ്ടിൽ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യൻ എന്ന് പറയപ്പെടുന്നത് 1-ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തെന്ന് അറിയാമോ? മനസ്സിലാക്കണം. അന്ന് അപ്പമുറുക്ക ശുശ്രൂഷ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നറിയാമോ? തിരുവോസ്തി രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചെടുത്ത് വെക്കും. രോഗികളെ കൂട്ടായ്മയിലേക്ക് വരില്ലല്ലോ, അവരെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന ഈശോയുടെ ശരീരത്തിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് അനേകം സമയം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള പ്രബോധനത്തിൽ പറയുന്നത്. കർത്താവിന്റെ തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് എഴുതിയ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ 27 മുതലുള്ള തിരുവചനങ്ങളിലെ ഇപ്രകാരം പൗലോസ് പറയുകയാണ്, ആരെങ്കിലും അയോഗ്യതയോടുകൂടി അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്താൽ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിക്കുകയാണ്, തിരുവോസ്തിയിൽ ഈശോ ഇല്ലേ? തിരുവോസ്തിയിൽ ഈശോ
ഈശോയുടെ സാന്നിധ്യത്തെ വെളിവാക്കുന്ന ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അത് പിശാച് പ്രവർത്തിച്ചതാണോ? എന്തിനു വേണ്ടി? ജനം മുഴുവൻ ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടാണോ? ഇവർ പറയുന്ന ന്യായം ഇതാണ്. ഇങ്ങനെ ഒരു ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ രൂപം തെളിഞ്ഞു വന്നാൽ അവിടെ സമ്പത്ത് കുമിഞ്ഞുകൂടും, അവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച് ആകെ അത്ഭുതങ്ങളാകും, അവിടെ ആകെ സാമ്പത്തികമായ കച്ചവടം നടക്കും. അപ്പോൾ യേശു ഒരു അത്ഭുതം ചെയ്യാൻ പാടില്ല. യേശു ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ കച്ചവടം ഉണ്ടാവും, ബിസിനസ് ആവും. അതുകൊണ്ട് യേശു ഒന്നും ചെയ്യാൻ പാടില്ല. ഇതാണോ പറഞ്ഞു വയ്ക്കുന്നത്? അപ്പോൾ ഈ വൈദികന്റെ റൂമിൽ ഒറ്റ രൂപങ്ങളുമില്ല. ഈ വൈദികന്റെ മുറിയിലെ യാതൊരുവിധ രൂപങ്ങളൊന്നും തന്നെ ഇല്ല. അദ്ദേഹം പറയുന്ന ആത്മാവിന് സത്യത്തിലും ആരാധിച്ചാൽ മതി. എങ്ങനെ ഈ ആത്മാവിന് സത്യത്തിലും ആരാധിക്കുന്നത്? ഇവർക്ക് വിശുദ്ധ കുർബാനയിൽ വചന ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. ദിവ്യകാരുണ്യ അപ്പമുറി ശുശ്രൂഷ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവിക പ്രസൻസ് അല്ല, ബലിയല്ല, വെറും വിരുന്നു മാത്രമാണ്. അതാണ് പ്രശ്നം. അവർ വെറും വിരുന്നായിട്ടാണ് ഇതിനെ ആഘോഷിക്കുന്നത്. അതിൽ ഈശോയുടെ സാന്നിധ്യത്തെ അവർ തള്ളിപ്പറയുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? പിന്നെ അതിന് കൂട്ടുപിടിക്കുകയാണ്. കൃപാസനത്തിൽ ഇങ്ങനെ ചെയ്തു, അവിടെ ഉടമ്പടി വെച്ചു, അവിടെ മാതാവുമായി ഉടമ്പടി വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവുമായ ഉടമ്പടി അസാധുവായി. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരിക. കർത്താവ് നമ്മോട് വെച്ച ഉടമ്പടി എന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. എന്താണ് പുതിയ പ്രമാണമായി തരുന്നത്? നമുക്ക് ആ ഉടമ്പടി ഉണ്ട്. ഇപ്പൊ മാതാവ് വെച്ചുള്ള ഉടമ്പടി എന്താ? അങ്ങനെയാണെങ്കിൽ മാതാവുമായി ഉടമ്പടി വയ്ക്കാൻ പാടില്ല. സംശയമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ അരികിൽ നമ്മൾ കൊടുക്കുന്ന ഉടമ്പടി എന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് അത് പ്രോമിസാണ്. ഞാൻ നല്ലവണ്ണം ജീവിച്ചു കൊള്ളാം, ഞാൻ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊള്ളാം, ഞാൻ സുവിശേഷ വേലയിൽ പങ്കെടുത്തു കൊള്ളാം. അത് പരിശുദ്ധ അമ്മയോട് നമ്മൾ വെക്കുന്ന എന്തിനാ? കർത്താവിൻ്റെ ഉടമ്പടി തള്ളിക്കളഞ്ഞുകൊണ്ടാണോ? അതോ കർത്താവിൻ്റെ ഉടമ്പടിയിലേക്ക്, സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലേക്ക് വളരുന്നതിന് വേണ്ടി പിച്ച വെച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായുള്ള പരിശീലനമാണ്? ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പരിശീലനമായി മാത്രമേ ഇത് കാണേണ്ടതുള്ളൂ, പൂർണ്ണമായി കാണേണ്ടതില്ല. സിമ്പിൾ ഫെയ്ത്തിലൂടെ പോകുന്ന സമൂഹത്തിന് വേണ്ടി വൈദികരിലൂടെ കർത്താവ് നൽകുന്ന സന്ദേശം അനുസരിച്ച് അവർ തയ്യാറാക്കുന്നതാണ്. അത് അവരുടേതായ ഒരു സ്വകാര്യ വെളിപാട് അതിനുണ്ടാകും. അതിന് വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധവും സഭ പഠിപ്പിക്കുന്നില്ല. അത് ചെയ്തു കൊള്ളണമെന്ന് ഒരു നിർബന്ധം പറയുന്നില്ല. അത് സഭാവിരുദ്ധമാണെങ്കിൽ അത് വിലക്കാനുള്ള അധികാരം മെത്രാന്മാർക്കുണ്ട് താനും. ആ ധ്യാനഗുരു ചെയ്യുന്ന പ്രവൃത്തി സഭാവിരുദ്ധമാണ്, അതിനാൽ ആ ധ്യാനഗുരുവിന് വിലക്കിയിരിക്കുന്നു എന്ന് പറയാൻ മെത്രാൻ അധികാരമുണ്ട്. മെത്രാന്മാർ നിർവഹിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. പഠിപ്പിക്കുന്ന പ്രബോധനം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ച് വിലക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ കടപ്പാട് ആർക്കിരിക്കുന്നത്? മെത്രാന്മാർക്ക്, പുരോഹിതന്മാർക്ക്. അപ്പൊ അത് വിശ്വസിക്കേണ്ട, അത് ആവശ്യമില്ലെന്ന് കരുതുന്ന ആത്മീയമായി വളർച്ചയുള്ള വ്യക്തികളുണ്ടെന്ന് കരുതുക. അവർ ഈ സാധാരണ പാവപ്പെട്ട വിശ്വാസികളെ പരിഹസിക്കേണ്ടതുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്.